നോക്കിക്കോ, വന്നിരിക്കുന്ന വാവേണ്ടല്ലോ, കുഞ്ഞു വാവ. ആ കുഞ്ഞു വാവ ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചോണ്ട് കടന്നു കളയും, ഉറപ്പാ. ഞാൻ പറയുമ്പോ കുശുമ്പാണെന്നേ പറയൂ. അയാളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു കളലക്ഷണ. ആഭരണപ്പെട്ടിയുടെ താക്കോൽ എടുത്തു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവറ്റോള് കുത്തിപ്പൊളിച്ച് സാധനങ്ങൾ എടുത്തോണ്ട് പോവും. അപ്പോഴേ തിരുമേനി പഠിക്കൂ. പണിക്കരമ്മാവൻ ഇപ്പോഴേ ഭയന്നു. ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഉള്ള കാര്യം തുറന്നു പറയാമല്ല. മോഷണം മാത്രമല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഇവനെ മനസ്സിലായ പെൺവാണിഭ സംഘത്തിന്റെ മണ്ഡലം പ്രസിഡന്റ്. ഇന്ന് രാത്രി നിന്നെ ബോധം കെടുത്തി തട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങളുടെ പ്ലാൻ. രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടു. അച്ഛന്റെ കൂടെ ആ മാനേരാണെന്ന് പറഞ്ഞ് നടക്കണ ആ ഉണ്ടക്കണമുണ്ടല്ല KP മുറ്, അവനെങ്ങനെയാണ്? എന്താണ് അവന്റെ പേര്? പൂയൻകുട്ടിയ, ശിവൻകുട്ടി. എന്ത് ശവൻകുട്ടി ആണെങ്കിലും ശരി, അവന്റെ മേത്തൊരു കണ്ണുള്ളത് നല്ലതാ. അവന്റെ ആ പാവത്തും ആത്മാർത്ഥവും ഒക്കെ ഓവറാക്ക. താൻ എന്തായി പറയുന്നേ? അച്ഛൻ ഈ സംഗീത ലോകത്ത് വേറെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടാ? യേശുദാസ്, എസ് ജാനകി അങ്ങനെ അസംബന്ധം പറയാതെ. അവരൊക്കെ സരസ്വതി കടാക്ഷമുള്ളവരാണ്. സംഗീതം തപസ്യാക്കിയവർക്ക് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പറ്റില്ല. ഈ ബോംബെ രവി, RD ബർമൻ, അവരൊക്കെ എങ്ങനെയാണ്? പേര് കേട്ടാ കുഴപ്പമാണോ? താമ്പുകൾ ഉറങ്ങാൻ നോക്ക്. പിന്നെ ആരാ? ചെല്ലേ. അയാളൊക്കെ അങ്ങനെ ചെയ്യൂ. മമ്മി, പടിയുമ്പോ ചോട്ടില്ലേ? ഈ വീടിന്റെ പടി ചോട്ടി പോരുന്നല്ലേ വക്കീലമ്മ പറഞ്ഞേക്കണത്. അടിപൊളിയായിട്ടുണ്ട്. അമ്മേ, അമ്മ പറഞ്ഞ പോലെ വീടിന്റെ പടി ചവിട്ടാതെയാണ് വാവ അകത്താട്ട് കയറിക്കണത്. നീ അമ്മേനെ അനുസരിച്ചില്ലെന്ന് വേണ്ട. അമ്മയുടെ തടിമാട കയ്യെന്ന് വിടുക. എനിക്കിനി കാണണ്ടതിന്നെ. പോവാൻ പൊയ്ക്കോ, എന്റെ കണ്ണും ഇത് പൊയ്ക്കോ. പൊയ്ക്കോടാ പോത്ത, പൊയ്ക്കോ. നീ എന്നെ വിട്ടുപോയാ പിന്നെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. അമ്മ എന്താണ് അമ്മ ഈ പറയുന്നത്? അമ്മയുടെ വാവ അമ്മേനെ വിടച്ചും പോവുക. അയ്യയ്യേ, ഈ കണ്ണീര് സീരിയൽ കണ്ട് വക്കീലും ചിന്തായി പോയാ. കേരള ഹൈക്കോടതിന്റെ കിടുകിട ഉറപ്പിച്ച മറിയാമ്മ വക്കീലാണ് കരയണത്. ഒന്ന് ചിരിച്ചോന്ന് പ്ലീസ്, ചിരിക്കാൻ. ഒന്ന് പോടാ. അമ്മേ, ഞാൻ അച്ഛന്റെ അടുത്ത് വരാൻ വയ്യത് എന്താണെന്ന് അറിയോ? അച്ഛൻ ആരാണ്ട് ആക്രമിച്ചു കൊല്ലാൻ നോക്കി. ആ ദൈവഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ഇനി ചിലപ്പോ അവരെന്തെങ്കിലും അമ്മ ഒന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പൊ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി അമ്മയാണ് കേട്ടാ. വേണം നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു. തീർച്ചയായിട്ടും. ബാവേ, ബാവേ നിക്ക്. ഇതെന്താണ്? കൊച്ചാണോ പാവക്കുട്ടിയാണോ? ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പെറ്റിയെടുക്കുന്ന പെണ്ണിന് കല്യാണം ആലോചിച്ച് ചെന്നത് പട്ടാളക്കാരനെ ഭർത്താവ് അറിയാതിരുന്നാ മതി. പിന്നെ മാനനഷ്ടത്തിന് കേസ് വേറെയും. ഇവനാണ് ചവിട്ടി കൊല്ലേണ്ടത്. കഴിഞ്ഞ കൊല്ലം വരെ ആ പെണ്ണ് ബാച്ചലറായിരുന്നു. ഒരു കൊല്ലം കൊണ്ട് കല്യാണം കഴിച്ച് പ്രസവിക്കാൻ പറ്റുന്ന എനിക്കറിയാൻ പാടണ്ട. പെറ്റ പെണ്ണ് പോയി, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മുളന്തിരത്തിലൊരു പെണ്ണുണ്ട്, ഇന്നലെ വരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ ഉറപ്പുവരാ. പിന്നെ അറിയപ്പെടുന്ന രീതിയിൽ കുട്ടികളുമില്ല. നല്ല ഉഗ്ര ഫാമിലിയാ. പക്ഷേ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. ഇല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോ പെണ്ണ് പെൻഷൻ പറ്റി പിരിഞ്ഞു. എന്റെ കൈ കൊണ്ട് തന്നെ ചത്തോളാം. നീ വല്ല നേരത്തെ ഞാൻ പെണ്ണ് കളിക്കാൻ കൊണ്ടുപോകത്ത്. എന്നെ ഈ പ്രായത്തിൽ പൊട്ടം കളിപ്പിക്കണമെന്ന് അമ്മക്കും അച്ഛനും വല്ല നിർബന്ധമുണ്ടാ? ഞാൻ ഇതുവരെ ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ലല്ലോ. എനിക്കൊരു പെണ്ണും വേണ്ട, പിടക്കൊഴിയും വേണ്ട. ഏയ് തന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. താ ഇവിടെ ഒന്നിരിക്ക പറയട്ടെ. ഇരിക്കണോ? അടുത്ത ആഴ്ച മാമോദിസ മുങ്ങി പള്ളിപ്പെരുന്നാൾ നടത്തി കഴിഞ്ഞാൽ ഉടനടി തന്റെ വിവാഹം. പാലത്തറയിലെ റോസ്മേരിയെ നീ കണ്ടിട്ടുള്ളല്ലേ? ആ കുട്ടി എങ്ങനെയാ? അതിന് പൊക്കമില്ല. പൊക്കം നമ്മുടെ ഗ്ലാഡീസിന്റെ അത്രയെങ്കിലും വേണ്ടേ? അവള് നിന്നെ പോലെ കാക്കക്കറമ്പയല്ലടാ കരിവണ്ടേ. നിറം നമ്മുടെ ഗ്ലാഡീസിന്റെ അത്രയെങ്കിലും വേണം. മായിത്തറയിലെ സെലീനയോ? അയ്യോ, അവക്ക് ആകപ്പാടെ ഈ എരിവാരി പോലെ ഇത്തിരിക്കോളം മുടിയേ ഉള്ളൂ. മുടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാഡീസിന്റെ അത്ര മുടി വേണമെന്നുള്ള കാര്യം എനിക്ക് നിർബന്ധമാണ്. എന്നാ പിന്നെ തനിക്ക് ഈ ഗ്ലാഡിസിനെ തന്നെ വിവാഹം ചെയ്തൂടെ? എനിക്ക് ഓഫീസ് വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. കുട്ടി ധൈര്യമായിട്ട് പൊക്കോളൂ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പോയിക്കോളാം. അല്ല, എന്താ സീനിയർ വക്കീലൊന്നും മിണ്ടാത്തത്? തനിക്ക് ആ കുട്ടി ഇഷ്ടമല്ലാന്നുണ്ടോ? ഗ്ലാഡീസ് നമ്മുടെ മോളായി വരുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷേ അവള് പുലിക്കാട്ടിലെ വക്കച്ചന്റെ മകളാ. അവരിനി ചിലപ്പോ... അതെ, ഈ പുലിക്കാട്ടിലെ വക്കച്ചനും ഈ വക്കീലുമായിട്ട് കുറെ നാളായിട്ട് നല്ല സ്നേഹത്തിലാണ്. നമ്മളെ വാവച്ചാണെങ്കിൽ ഇടി പഠിച്ച് തന്നെ ഗ്ലാഡീസ് വക്കീലിന്റെ ആങ്ങളെ മരം നെഞ്ചെത്തുന്നു. ആ വീട്ടിൽ പെണ്ണാലേക്ക് ചെന്നാലേ
നമ്മുടെ ബുഷിന്റെ മോള് സദാം ഹുസൈന്റെ മോന് പെണ്ണുകളെ ചെന്നോട്ടിരിക്കും. പരസ്പരം സംസാരിച്ചാൽ തീരാത്ത പരിഭവവും പിളക്കൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് സംസാരിക്കാം. ഇതിന്റെ ഇടയിൽ ഒരു കോഫി എല്ലാം ആയിട്ട് വേണമെങ്കിൽ എനിക്ക് നിൽക്കാമായിരുന്നു. പക്ഷെ ഞാനൊരു ഹോമിയോ മരുന്ന് കഴിക്കണ്ടേ, കോഫി കൈ കൊണ്ടോണം പറഞ്ഞല്ലോ. ആ ഇനിയിപ്പോ അവർ ഈ ബന്ധത്തിന് സമ്മതിച്ചില്ലാന്നിരിക്കട്ടെ. താൻ പേടിക്കണ്ട. തനിക്ക് വേണ്ടി ഈ അച്ഛൻ ഒരു തെമ്മാടിത്തരം കൂടെ കാണിക്കും. തന്റെ ഈ അമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവന്നത് പോലെ അച്ഛൻ ആ കുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ വിവാഹം നടത്തി തരും. ഏതായാലും ആദ്യം മര്യാദയുടെ വഴി. നാട്ടുനടപ്പനുസരിച്ച് കാര്യങ്ങൾ ആലോചിക്കാൻ നമ്മൾ നേരെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വരണം വരണം. അഖിലമ്മേ വരൂ. ഇച്ചയതേ എന്നാടി ഇങ്ങോട്ടൊന്ന് വന്നേ. കുരിശു വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നിരിക്കുന്നു. കുരിശി വീട്ടിൽ നമസ്കാരം. അല്ല സത്യം പറഞ്ഞ ഇവള് വന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമേ ആയില്ല. അല്ല കുരിശ് വീട്ടുകാർ ഇങ്ങനെ കുടുംബസമേതം. എന്തായാലും സന്തോഷമായി. ഓളച്ച നമ്മള് ഫിറ്റായിട്ട് വെറുതെ തോന്നുന്നല്ലോ. ക്ഷമിക്കണം, ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആയ ഞങ്ങൾ ഓരോന്ന് കയറും. മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദ്യം കഴിക്കുന്ന അതിഥികൾ വന്നാൽ മദ്യം തന്നെ കൊടുക്കണം എന്നുള്ളതാണ് മര്യാദ. എങ്ങനെ സംഭവിച്ച ഓരോന്ന് ഒഴിക്കട്ടെ. വക്കീലമ്മ വാവ ഇത് കഴിക്കാറുള്ളതാ. അമ്മയും മോനും ദിവസവും വീട്ടിൽ വെള്ളമടിയല്ലേ. എന്തായാലും നമുക്ക് ഇന്ന് ഒരുമിച്ചിരുന്ന് ആഘോഷിക്കണം. ചുമ്മാതിരി. ഞങ്ങള് പോയിട്ട് ചായ എടുത്തോണ്ട് വരാം. വാലിസമ്മേ. ബാബയുടെ മാമോദിസ ക്ഷണിക്കാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും കൂടിയാ ഞങ്ങൾ വന്നത്. വക്കച്ചനില്ലേ ഇവിടെ? അപ്പം പുറത്തു പോയിരിക്ക. വക്കീലമ്മ കാര്യം പറഞ്ഞോ? അടുത്ത ഞായറാഴ്ച 11 മണിക്കാണ് മാമോദിസയുടെ ചടങ്ങ്. നിങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന് പങ്കെടുക്കണം. വീട്ടിലേക്ക് വരണം. കണ്ടോടാ പോളച്ച, മതസൗഹാർദ്ദം പൂത്തുലയുന്നത് കണ്ടോ? മകൻ ക്രിസ്ത്യാനി ആകുന്നതിന് ക്ഷണിക്കാൻ ഒരച്ഛൻ നമ്പൂതിരി. ലോകത്ത് ഇവിടെ മാത്രമേ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. ജാതി മതമെന്നൊക്കെ പറഞ്ഞ് തമ്മി തല്ലുന്നവര് ഇതൊക്കെ കണ്ട് പഠിക്കണം. കൈതവിളപ്പിലെ കൊച്ചന്റെ മച്ചെടുത്തിയല്ലേ എന്റെ തലതൊട്ട മേഘമ്പോൾ. അവർക്കാണെങ്കിൽ 75 പ്രഷറും ഉണ്ട്. അച്ഛൻ എന്റെ തലയിൽ വെള്ളം ഒഴിക്കുമ്പോ അവരെന്നെ ഇങ്ങനെ എടുത്തോണ്ട് നിക്കണ്ടേ? നമുക്ക് 2 ലോഡുകാരെ ഏർപ്പാട് ചെയ്താലോ? വെറുതെ അല്ല നിന്നെ പോത്താന്ന് വിളിക്കുന്നത്. എടാ അഡൾട്ട് ബാപ്റ്റിസത്തിന് എടുത്തോണ്ട് നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ വാവച്ചിനെ പിയേഴ്സ് സോപ്പിട്ട് കുളിപ്പിച്ചിട്ട് കൊച്ചു പിള്ളേരെ പോലെ സ്രഗ്യൊന്നും ഒളിപ്പിച്ച് നിർത്തേണ്ട ആവശ്യമില്ലാന്ന്. വേണമെങ്കിൽ കൊടുത്തോ, പക്ഷെ അതിന്റെ മീതെ ഒരു മുണ്ടും കൂടി കൊടുത്തേക്കണം. ഇവൻ അതിലും വലിയ പോത്തൻ. എടാ നീ സാധാരണ വേഷത്തിൽ നാളെ ഇങ്ങോട്ട് വന്നാൽ മതി. മറ്റൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എല്ലാം മംഗളായിട്ടാണ്. വാവച്ചു വിട്ടോട്ടെ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം.